ഏപ്രിൽ 19 വേൾഡ് ലിവർ ഡേ. കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് പ്രിവെൻറ്റ് ഡിസീസസ് എന്ന ആപ്തവാക്യത്തോടുകൂടി ലോക കരൾ ദിനമായി ആചരിക്കുകയാണ് ഏപ്രിൽ 19. ഇങ്ങനെ ഒരു ആചരണത്തിൻ്റെ പ്രസക്തി എത്രത്തോളമാണെന്ന് നാം ഏവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ ലിവർ ദിനത്തിൽ നമുക്ക് ലിവറിനെ പറ്റി ഒരു ചെറിയ ചർച്ചയാണ്. ആദ്യമായി എന്തൊക്കെയാണ് ലിവറിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ എന്തൊക്കെയാണ് ലിവറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്ത് പോകാം. ആദ്യമായി നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് കാര്യമായിട്ട് കാണാം, നമ്മുടെ ശരീരത്തിലെ ഏറെക്കുറെ മെറ്റാബോളിക് പ്രവർത്തനങ്ങൾ, അതായത് ഉപചയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും അതിനാവശ്യമായ ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ലിവറാണെന്ന് കാണാം. എസ്പെഷ്യലി വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, പ്രത്യേകിച്ച് വൈറ്റമിൻ എ, ചില മിനറൽസുകൾ എന്നിവ നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ശേഖരിച്ച് വെക്കുന്നത് ലിവറിലാണെന്ന് കാണാം. ഈ വൈറ്റമിൻസ് ആൻഡ് മിനറൽസിൻ്റെ ശേഖരിച്ച് വെക്കുന്നതോടൊപ്പം നമ്മുടെ ലിവറിൽ പല ഘടകങ്ങളും ശേഖരിക്കപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഫാറ്റ്. അങ്ങനെയെങ്കിൽ എന്താണ് നമ്മുടെ ലിവറിന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും ചാൻസ് ഉണ്ട് എന്ന് കുറിച്ച്. ശരീരത്തിലെ മെറ്റാബോളിക് പ്രവർത്തനങ്ങൾ പോലെ തന്നെ ശരീരത്തിലെ ടോക്സിൻസ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിലും ലിവറിനാണ് ഒരു പ്രധാന പങ്ക് വഹിക്കുക. ഈ ടോക്സിൻസ് യൂറിയ, അമോണിയ, അതുപോലുള്ള മറ്റ് നമ്മുടെ വെള്ളത്തിലൂടെയും വരുന്ന ബ്ലീച്ച്, അയൺ കണ്ടന്റുകൾ എന്നിവയുടെയെല്ലാം അമിതമായി വരുന്നത് നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അതായത് ലിവറിന് ഈ വിധ ടോക്സിൻസിനെ ശരീരത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് റിമൂവ് ചെയ്ത് ശരീരത്തെ ഒരു ആരോഗ്യകരമായ രീതിയിൽ നിലനിർത്തുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന അവയവമാണ് ലിവർ. നമ്മുടെ ശരീരത്തിലെ രണ്ടാമത്തെ വലിയ അവയവം കൂടിയാണ് ലിവർ എന്ന് പറയുന്നത്. ഈ ലിവറിലേക്ക് എങ്ങനെ ടോക്സിൻസ് എത്തുന്നു, ഈ ടോക്സിൻസ് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു? നമ്മുടെ ഭക്ഷണക്രമത്തിലൂടെ, ലൈഫ് സ്റ്റൈലിലൂടെ ഒരുപാട് ടോക്സിൻസ് അല്ലെങ്കിൽ ലിവറിനെ അസുഖങ്ങളിലേക്ക്, അനാരോഗ്യത്തിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ വരുന്നു. അതായത് അമിതമായി പ്രോസസ്ഡ് ചെയ്ത ഭക്ഷണങ്ങളുടെ ഉപയോഗവും, അതേപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ്, ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും സ്വാദിഷ്ടമാക്കുന്നതിനും വേണ്ടി ചേർക്കുന്ന പ്രിസർവേറ്റീവ്സും മറ്റും നമ്മുടെ ലിവറിനെ കാര്യമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ വെള്ളത്തിലൂടെ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നീട് മറ്റൊന്നാണ് നമ്മുടെ ചുറ്റുപാട്, എൻവിറോൺമെൻറ്റ് അല്ലെങ്കിൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ശരീരത്തിനെ, ലിവറിനെ തകരാറിലാക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ഇത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ശരീരത്തിൽ അല്ലെങ്കിൽ ലിവറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ? അമിതമായ ടോക്സിൻസിന് ഉപയോഗം കാരണം ഇതിൻ്റെ നിർമ്മാർജ്ജനത്തിനായി ലിവറിന് കൂടുതൽ ജോലിയെടുക്കേണ്ടതായി വരുന്നു. അതേപോലെ ചില ഘടകങ്ങൾ ലിവറിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യും. മെറ്റാബോളിസത്തിൻ്റെ ഭാഗമായിട്ടും അബ്സോർഷൻ്റെ ഭാഗമായിട്ടും ഇത് ടോക്സിൻസുകൾ കൂടി നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കപ്പെടും. അമിതമായാൽ ടോക്സിനായി മാറുന്ന ഒരു ഘടകമാണ്, ശരീരത്തിന് ആവശ്യമുള്ള ഒരു ഘടകം കൂടിയാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ലിവറിൽ സൂക്ഷിക്കപ്പെടുന്നെടുത്ത നമ്മളെ ഫാറ്റി ലിവർ എന്ന കണ്ടീഷനിൽ കൊണ്ടെത്തി. ഈ ടോക്സിൻസ് ലിവറിനുണ്ടാക്കുന്നത് പോലെ തന്നെ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിൽ പ്രധാനപ്പെട്ടവയാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, മെറ്റാബോളിക് ഡിസോർഡേഴ്സ്, അതുപോലെ ആസ്മ, അലർജി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ടോക്സിൻസ് കൊണ്ടുണ്ടാകും. ഈ ലിവറിൻ്റെ പ്രാധാന്യം, ഈ ടോക്സിൻസിനെ പരമാവധി നമ്മുടെ ശരീരത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ, നീക്കം ചെയ്യാൻ ലിവറാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. അതുപോലെ ചുവന്ന രക്താണുക്കൾ, പഴയ ചുവന്ന രക്താണുക്കളെ ശരീരത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതും ലിവറിൻ്റെ ഒരു പ്രധാന പ്രവർത്തനമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ലിവറിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകാൻ, ആരോഗ്യകരമായി കൊണ്ടുപോകാൻ എന്തൊക്കെ നമുക്ക് സ്വയം ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത്
എങ്ങനെ നമുക്ക് ശ്രദ്ധ ചെലുത്താം, നമ്മുടെ ലിവറിനെ എങ്ങനെ ആരോഗ്യകരമായി നിലനിർത്താം എന്ന് നോക്കാം. ആദ്യമായി നാം ചെയ്യേണ്ടതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ചെയ്യുക. കൃത്യമായ ഉറക്കം, നല്ല ഭക്ഷണ രീതി, വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയ നല്ല ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പ്രോസസ്ഡ് ഫുഡ് പരമാവധി ഒഴിവാക്കുക. സ്നാക്സ്, എണ്ണ പലഹാരങ്ങളും മറ്റും പരമാവധി കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. അങ്ങനെ നമ്മുടെ ലിവറിന് ഒരു ആരോഗ്യകരമായ അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുന്നത് നാം നമ്മെ തന്നെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന, നമ്മുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന പല പ്രോഡക്റ്റുകളും സാധനങ്ങളും നാം ഉപയോഗിക്കുമ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതായത് പരമാവധി കെമിക്കൽസിൻ്റെ അല്ലെങ്കിൽ ടോക്സിൻസിൻ്റെ അളവ് കുറഞ്ഞ രീതിയിൽ, ഒരു പരിധി വരെ പൂർണ്ണമായും ടോക്സിൻസ് അടങ്ങാത്ത സാധനങ്ങൾ നമുക്ക് ലഭ്യമായി എന്ന് വരും. ഏറെക്കുറെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വാങ്ങിക്കുന്ന ഒരു സാധനത്തിലെ കണ്ടന്റുകളെയും അതിൻ്റെ അളവുകളെയും നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ടോക്സിൻസിനെ നമുക്ക് പരമാവധി ഒഴിവാക്കാം. അതേപോലെ നമ്മുടെ ചുറ്റുപാടുകളിലും നാം ഡിസ്പോസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ മറ്റൊന്നാണ് പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗം. അത് നമ്മുടെ മണ്ണിനെയും നമ്മുടെ മണ്ണിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുകയും അതിൻ്റെ ജൈവ ഗുണങ്ങളെ ഇല്ലായ്മ ചെയ്യും. ഈ രീതിയിലുള്ള സാധനങ്ങളുടെ ഉപയോഗം നമ്മുടെ മണ്ണിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും വേണ്ട അളവിൽ ലഭ്യമാകാതെ വരികയും അത് ഒരു ഡെഫിഷ്യൻസിയിലേക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത്. അമിതമായ ടോക്സിൻസിൻ്റെ ഉപയോഗം നമ്മുടെ ലിവറിന് അമിതമായ ജോലിഭാരം ഉണ്ടാക്കുകയും അത് നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ, പൂർണ്ണമായ ആരോഗ്യത്തെ തന്നെ തകിടം മറിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലൂടെ നിലനിൽക്കുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പരമാവധി നമുക്ക് ആരോഗ്യപ്രദമായ ഉൽപ്പന്നങ്ങളും നമ്മുടെ ജീവിത രീതി, കൃത്യമായി ഉറങ്ങുക, കൃത്യമായി എക്സസൈസുകൾ ചെയ്യുക, ടോക്സിൻ ഫ്രീ ആയ അല്ലെങ്കിൽ പെസ്റ്റിസൈഡും മറ്റ് ഉപയോഗങ്ങൾ കുറക്കുക, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡും മറ്റ് ഘടകങ്ങളും നമ്മൾ അനാരോഗ്യകരമായ ഭക്ഷണ രീതി പാറ്റേൺ നമ്മൾ മാറ്റിയെടുക്കുക. ഇതുവഴി നമ്മൾക്ക് നമ്മുടെ ആരോഗ്യത്തെ പരമാവധി സംരക്ഷിച്ചു നിർത്തുകയാണ്. ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും ലിവർ സിറോസിസ്, ഫാറ്റി ലിവർ തുടങ്ങിയ രോഗങ്ങളിലേക്ക് എത്താതെയും നമുക്ക് നമ്മുടെ ജീവിതം സുന്ദരമായും സൗഖ്യപ്രദമായും കൊണ്ടുപോകാൻ വളരെയധികം അത്യന്താപേക്ഷിതമാണ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റുകൾ. ഈ ലിവർ ഹെൽത്ത് ഡേ, അതായത് ലിവർ ഡേ, കരൾ ദിനം എന്ന് പറയുന്ന ഏപ്രിൽ 19 ആചരിക്കുമ്പോൾ നാം ഏവരും വിവിധ കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ലിവറിനെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മെ തന്നെ പരമാവധി സംരക്ഷിക്കുവാനും രോഗങ്ങളെ വന്നുപെട്ട് ചികിത്സയിലേക്ക് പോകാതെ പ്രിവെൻറ്റീവ് രീതിയിലേക്ക് നാം മാറ്റുകയാണ്. അതായത് രോഗം വരാതെ നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാം, നമുക്ക് എങ്ങനെ ഹെൽത്ത് കെയർ പ്രിവെൻറ്റീവായി നോക്കാം. ആദ്യമേ നമ്മൾ അനാരോഗ്യകരമായ സാഹചര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ആരോഗ്യം നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്താതെ പോകാം. ഓക്കെ, എല്ലാവർക്കും നല്ല ഒരു ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.